സീറോയിൽ വെച്ചിട്ട് ഞാനത് തിരിക്കാൻ വേണ്ടി പോവാണ്. 1 2 45 കേട്ടോ നമ്പർ അല്ലേ? 45 ഇതാ. ഇന്ന് നമ്മളെ ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തിൽ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, ക്രിക്കറ്റ് ചലഞ്ച് മത്സരം. ആ മത്സരത്തിലെ കമൻ്റ് എഴുതിയ ആളുകൾക്കുള്ള നറുക്കെടുപ്പാണ്. ഒരു നറുക്കെടുപ്പ് കഴിഞ്ഞ് അതിൽ ഞാൻ അബ്ദുസലാം പറഞ്ഞ ആൾ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് കിട്ടിയ ആൾ സിദ്ദീഖ് അലി. അബ്ദുസലാം പറഞ്ഞ ആൾ കൂടല്ലൂരുള്ള ആളാണ്. രണ്ടാമത് കിട്ടിയ ആൾ മൂപ്പര് താന്നൂരുള്ള ആളാണ്. മൂന്നാമത് കിട്ടിയ ആൾ ബാബു എന്ന് പറഞ്ഞ ആളാണ്. ആളിതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ആ കമൻറ്റിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആളിതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കമൻറ്റിൽ 266 ആളുകൾ ഇതിൽ ടോട്ടൽ എഴുതിയിരുന്നു. ഒന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നത് പുറത്ത് കൊണ്ട് ഇതാ ക്രിക്കറ്റ് ചലഞ്ചിലെ ആ ഒരു വീഡിയോക്ക് കമൻറ്റ് ചെയ്ത ആളുകളാണ്. അതിലുള്ള ആളുകളെ പേജ് ഞാൻ മാറ്റിയിട്ട് വേറെ പേജിൽ എഴുതിയിട്ടുണ്ട് ഫുള്ളായിട്ട്. 1 മുതൽ 267 ആളുകൾ ടോട്ടലുണ്ട് എഴുതിയത്. ആ എഴുതിയ ആളുകളെ നമ്പർ ഞാൻ ഈ ബോർഡിൽ ഇത് അതേപോലെ എഴുതിയിട്ടുണ്ട്. ഇത് കറക്കിയിട്ട് നമ്പറിൽ വീണ ആളുകളെ സെലക്ട് ചെയ്തിട്ട് ഓൽക്കുള്ള ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം ഫസ്റ്റായിട്ട് പറയാനുള്ളത്, ഫസ്റ്റിലെ ചലഞ്ചിൽ ഞാൻ വെച്ച വീഡിയോക്ക് എൻ്റെ മോളെ എഴുതിയിരുന്നത്. എൻ്റെ മോളെ പേര് എനിക്ക് 3 മക്കളാണ്. ഒന്ന് സോലിയ തസ്നി, രണ്ടാമത്തേത് നാജിയ നസ്രി, മൂന്നാമത്തേത് ഒരു ആൺകുട്ടിയാണ് യാമിൻ സൈൻ. അങ്ങനെ 3 ആളുണ്ട്. അപ്പോൾ സോലിയ തസ്നി എന്ന് പറഞ്ഞ ആളാണ് ഇത് എഴുതിയിട്ട് ആ ഒരു വീഡിയോയിലെ കമൻറ്റ് ഒരുപാട് അനുകൂലമായിട്ടുള്ള ഒരുപാട് കമൻറ്റ് ഉള്ള കാരണത്താൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിമിഷങ്ങൾക്കകം കമൻറ്റ് വന്നിട്ടുണ്ട്. മോക്ക് ഒരുപാട് ആശംസകൾ പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് ഓളെ നേരെ ചെറിയ ഇളയത് നാജിയ നസ്രി അറിയും, ഓളൊരുപാട് കരച്ചിലായി. അങ്ങനെ പിന്നെ ഓക്ക് ഭയങ്കര ടെൻഷനായി. അതായത് പിന്നെ ഇപ്പച്ചി സോലിയാൻ്റെ പേര് മാത്രം പറഞ്ഞ് ഇപ്പച്ചിൻ്റെ പേര് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഓക്ക് ലൈക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ചെറിയ മോക്ക് കൂടി ലൈക്ക് കൊടുക്കണം, അല്ലഞ്ഞാൽ അത് പ്രശ്നം. അന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ സങ്കടമായിപ്പോയി. അതായത് അമ്മാതിരി കമൻറ്റ്, അതായത് വലിയ മോക്കുള്ള കമൻറ്റുകൾ ആളുകളെ എഴുതിയത് ഒരുപാട് നല്ല വാക്കുകൾ. അത് വായിച്ചിട്ട് തന്നെ വീട്ടുകാർ വായിക്കുമല്ലോ, വായിക്കുമ്പോൾ തന്നെ ഇത് വായിച്ചപ്പോൾ തന്നെ മറ്റോക്ക് വിഷമമായി. ഓള് കുറേ കരഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരാൾ ഗിഫ്റ്റ്, വലിയ മോക്ക് ഒരാൾ ഗിഫ്റ്റ് പിന്നെ അയച്ചിട്ടുണ്ട്. ഒരു ഷാഹിന എന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബ്, നമ്മളൊരു സഹോദരി ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോക്കുള്ള ആ ഒരു വീഡിയോ ക്രിക്കറ്റ് ചലഞ്ച് നടത്തിയ വീഡിയോക്കുള്ള കമൻറ്റ് ചലഞ്ചിൻ്റെ നറുക്കെടുപ്പ് നമ്മൾ നടത്തുക. അപ്പോൾ ഈ രണ്ടാമത്തെ പേജ് കേട്ടോ, 267 ആളുകളെ നമ്പർ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫസ്റ്റിൽ തിരിക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ഞാൻ സീറോയിൽ വെച്ചിട്ടാണ് തിരിക്കുന്നത്. 267 ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോളാം. 267 ഉണ്ടല്ലേ? ആ ഓക്കെ പോട്ടെ. അപ്പോൾ സീറോയിൽ വെച്ചിട്ട് ഒന്ന് സീറോ കാണിച്ചു കൊടുത്തോളാം. സീറോ ഉണ്ടല്ലേ? ഓക്കെ, സീറോ ഉണ്ട്. അപ്പോൾ സീറോയിൽ വെച്ചിട്ട് ഞാനത് തിരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തിരിച്ചിട്ട് നറുക്ക് കിട്ടുന്ന ആൾ, അതായത് പ്രൈസ് അടിക്കുന്ന ആളുകൾക്കുള്ള പ്രൈസ് ഞാൻ ഉടനെ ഓലെ കമൻറ്റിൽ അറിയിക്കും. ഓല് വന്നു കഴിഞ്ഞാൽ ഓൽക്കുള്ള ക്യാഷ് പ്രൈസ് ഞാൻ എങ്ങനെ വെച്ചാൽ ഓൽക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ റെഡി? 1 2 3. അപ്പോൾ 45 കേട്ടോ നമ്പർ അല്ലേ? 45 അല്ലേ വീഡിയോയിൽ കാണുന്നത്? ഓക്കെ, 45 വാ. 45 ഇതാ നിത്യ ശ്രീബ എന്നാണ് കേട്ടോ തോന്നുന്നത്. ഇതാണ് നമ്പർ കേട്ടോ, പേരിതാ. ഇതിൽ 1ാമത്തെ ആള്. ഓക്കെ, ഇനി അടുത്ത ആൾ കേട്ടോ. അപ്പോൾ ആ ഒരു കമൻറ്റിലെ വ്യക്തിനെ ഞാൻ എന്തായാലും ആ ക്രിക്കറ്റ് ചലഞ്ച് വീഡിയോയിലുള്ള കമൻറ്റ് എഴുതി ആ ഒരു കമൻറ്റിൻ്റെ ബാക്കിൽ തന്നെ ഞാൻ ഓൽക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയിക്കും. സെക്കൻഡ് പ്രൈസിനുള്ള ആളെ ഞാൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ സീറോയിൽ വെക്കാം കേട്ടോ. ഓക്കെ, റെഡി? 1 2. കയ്യടിക്കാനൊന്നും ആരുമില്ല കേട്ടോ. ഇന്ന് ഞാൻ ലൊക്കേഷൻ മാറ്റിയിട്ട് വീടിൻ്റെ അടുത്താണ് ചെയ്യണത്. ഇത് ഇന്നിപ്പോൾ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. 100 വരാണോ? ബാക്ക് നോക്കിയാൽ 123 തന്നെ. ഓക്കെ അല്ലേ? 123 അല്ലേ? 23 ഇതെന്താ?
സുൽത്താനോ? ആ സുൽത്താൻ എന്ന് പറഞ്ഞ ആളാട്ടോ. സുൽത്താൻ 123 സുൽത്താൻ. ഇതാണ് രണ്ടാമത്തെ ആള്. സുൽത്താൻ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആളെയും കിട്ടിയിട്ടുണ്ട്. ഇനി തേർഡ് പ്രൈസ് ഉള്ള ആളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഈ ഒരു കളി നടത്തുന്നത് സാധാരണ നമ്മളെ കളിക്കുന്ന കണ്ടില്ല, കണ്ടമാനം ക്രൗഡ് ഉണ്ടാവും, ആളുകൾ ഒരുപാടുണ്ടാവും. ഇന്ന് അതില്ല കേട്ടോ. ഇന്ന് ഞാൻ രാവിലെയാണ് വീഡിയോ ചെയ്യുന്നത്. വീടിൻ്റെ ബാക്കിൽ, വീടിൻ്റെ ബാക്കിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെയാണ്, അതുകൊണ്ട് കൈയടിക്കാനും ആളില്ല. പിന്നെ അതല്ല, സാധാരണ കഴിഞ്ഞ കളിയിൽ ഞാൻ പിന്നെ കളിയിൽ പങ്കെടുക്കുന്ന ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരു ചലഞ്ച് വെച്ചിരുന്നു. ആ ചലഞ്ചിൻ്റെ നമ്പർ അത് 1 മുതൽ 16 വരെ. അതൊന്നുമില്ല കേട്ടോ. അന്ന് വൈകുന്നേരം ഗെയിമുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം നമ്മളെ വ്യൂസായിട്ട് നമ്മളെ സബ്സ്ക്രൈബർക്ക് ഓൽക്ക് മാത്രം തിരഞ്ഞെടുത്തൊരു ഗെയിമാണ്. നമ്മളിവിടെ ചലഞ്ച് എടുത്തുമ്പോൾ ഓൽക്കൂടെ ഒരു ചലഞ്ച് വേണ്ടേ, ആ ഒരു ചലഞ്ചായിട്ടത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആൾ കിട്ടിയിട്ടോ. ഇനി മൂന്നാമത്തെ ആളാട്ടോ എടുത്തത്. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 0-ൽ വെച്ചിട്ടുണ്ട്. ഞാൻ തിരിക്കാൻ വേണ്ടി പോകട്ടോ. ഓക്കെ, റെഡി, 1 2. $110 അല്ലേ? 110 അല്ലേ ബാക്ക് അടിച്ച? ആ ഓക്കെ, കറക്റ്റ് 110 ആട്ടോ നമ്പർ. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലായിട്ട് ഇവിടെ 110 ഇതിൽ വരുന്നത് കേട്ടോ. നസീറ അല്ലേ? നസീറ 6246 മൂന്നാമത്തെ ആൾ കേട്ടോ. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചലഞ്ചിൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ച്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മറക്കരുത് കേട്ടോ. കഴിഞ്ഞ കളിക്ക് ഈ ഒരു ചാർട്ട് മുഴുവൻ എഴുതിയിട്ട് ടോട്ടൽ 453 ആളെ പേര് എഴുതിയിട്ടുണ്ട്. ആ പേര് എഴുതിയതിന് $1 വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റിലെ ഞാൻ മോളോട് ചോദിച്ച് ഫസ്റ്റിൽ ഒരു ആളെ കമൻറ്റ് ബോക്സിൽ പേര് ചെയ്ത് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് പരിപാടി. അതായത് ഒരാളെ കമൻറ്റ് നമ്മൾ യൂട്യൂബ് ഓണാക്കിയിട്ട് ആളെ കമൻറ്റ് വായിക്കണം. കമൻറ്റ് വായിച്ചിട്ട് കറക്റ്റ് അത് എഴുതി വെക്കണ്ടേ. പിന്നെ ഓരോ കമൻറ്റിലും ആളുകളെ പേരെന്ന് വെച്ചിട്ടാണെങ്കിൽ പല രീതിയിലാണ് ഓരോരുത്തരുടെ പേരുണ്ടാകുക. അപ്പം ചില ആളുകൾ പേര് കറക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ചില ആളുകൾ യൂട്യൂബിൽ ഒരു ഐഡി ഉണ്ടാക്കിയിട്ട് അത് യൂട്യൂബ് ഓണാക്കുക ചെയ്യുക. അപ്പോൾ പല രീതിയിലാണ് ഓരോ ആളുകൾ പേരുണ്ടാകുക. അങ്ങനെ രണ്ടാമത്തെ ഓളെ പണി എന്താ അറിയോ? ഓള് പറയും ഇപ്പച്ച് ഞാനും എഴുതിയിരുന്നു. പക്ഷെ മറ്റോളെ എഴുതുന്ന സമയത്ത് ഓള് നോക്കി നിൽക്കുക ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും മിനിയാന്നാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ചെറിയൊരു ബുദ്ധിമുട്ട് കാരണത്താൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കമൻറ്റ് എഴുതി തീർന്നില്ല. അപ്പോൾ ഇനി അതിന് ശേഷമുള്ള വീഡിയോകളിലെ കമൻറ്റിൻ്റെ നറുക്കെടുപ്പ് വേറെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറച്ച് ആളുകളെ പേര് ഞാൻ വായിച്ചു തരാം കേട്ടോ. അതായത് എൻ്റെ വീഡിയോക്ക് കാര്യമായിട്ട് കമൻറ്റ് ചെയ്തതിനെ കുറച്ച് ആളുകളുടെ പേര് ഞാൻ ഇതിൽ വായിക്കുന്നുണ്ട്. പത്മ വിനീൽ എന്ന് പറഞ്ഞ ആൾ ഒന്നാമത്തേത്. പിന്നെ ഉഷാകുമാരി, സിനു ചച്ചൂസ് വ്ളോഗ്, കബീർ KVM, രഞ്ജീഷ് പനങ്കാവ്, അബ്ദുസലാം, ജമീല മുഹമ്മദ്, സിദ്ദീഖ് മുത്തു, നസീമ CM, അബ്ദുൽ ഗഫൂർ, ശോഭ കാശി, ഷഫീഖ് കുന്നുമ്മൽ, അനന്തു മണിമല, മലബാരി എൽപസ്, ഷാഹിന, ഗെയിമിംഗ് കേരള, നൗഷാദ് പള്ളിക്കൽ, ഇന്ദിര P നമ്മളെ ടീച്ചറാട്ടോ. പിന്നെ ബിന്ദു V, തനൂസ് വ്ളോഗ്, വിഷ്ണു കൃഷ്, പിന്നെ ശോഭന P, അനു മിന്നു കേട്ടോ, ഇസ്മായിൽ മാസ്, ജഹനറ ബീഗം, സക്കീന നിഷ, സലാം കളത്തിങ്ങൽ, ആയിഷാസ്, ഷക്കീല ഗവി, അനിത കുമാരി, മിലു, ഷാഹിന ഷഫീഖ്, പത്മിനി PK, ഫൗസിയ PK, ജമാൽ പുത്തലത്ത്, ആരിസ് റഹ്മാൻ, സക്കീന ഗവി, സൈനവ, ലത്തീഫ് തൻഹ, അബ്ദുറഹ്മാൻ എടപ്പള്ളി, അനിത കുമാരി. ഇതിൽ കുറച്ച് ആളുകളുണ്ട് കേട്ടോ. ഉഷാകുമാരി, പത്മിനി PK ഇവർ നമ്മളെ ജഡ്ജസ് ആട്ടോ. അതായത് ഞാൻ ഓരോ മനസ്സിലാക്കിയെടുത്തോളം ഓലിൻ്റെ വീഡിയോക്ക് ഓല് കറക്റ്റ് കമൻറ്റ് ചെയ്തലുണ്ട്. അതായത് പിന്നെ ഓരോ മത്സരത്തിലുണ്ടല്ലോ നമ്മൾ മത്സരാർത്ഥികൾക്ക് ജഡ്ജസായി നിൽക്കുന്നത്, അതേമാതിരി ജഡ്ജസായി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇതിൽ കേട്ടോ. ഉഷാകുമാരി ഒരു ടീച്ചറാണ്. പിന്നെ ആ ടീച്ചറിനെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ കളിയിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ പത്മിനി PK. ഈ ഒരു 2 ആൾക്കാർ നമ്മളെ അതായത് കമൻറ്റ് ബോക്സിലെ പിന്നെ ജഡ്ജസാണ്. കറക്റ്റ് കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ട് അതുപോലെ ഞാൻ പ്രത്യേകം മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഈ ആളുകൾ മാത്രമല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ അതായത് നല്ലോണം നമ്മളെ വീഡിയോക്ക് തുടക്കം മുതലേ കമൻറ്റുകൾ എല്ലാ വീഡിയോക്കും ഫസ്റ്റ് കമൻറ്റ് ചെയ്ത ആളുകളെ കുറച്ച് പേരുകൾ ഞാൻ സെലക്ട് ചെയ്ത് വാട്സപ്പിൽ എഴുതി വെച്ചാന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ ഞാൻ ലൈവ് പോയ സമയത്ത് ഒരാളിനോട് കമൻറ്റായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നത് ഒന്ന് സെറ്റാക്കി വിടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോക്കറ്റിൽ നിർത്തിയിട്ടാണ് ഞാൻ സമ്മാനം കൊടുക്കുന്നത് കാരണം. അപ്പോൾ അത് കേട്ടിരിക്കണ ഒരാൾ വേറെ ലൈവിലുണ്ട്. വാട്സപ്പിൽ ഞാൻ എടുക്കട്ടെ ആളെ പേര്. പിന്നെ നമ്മളൊരു
എടപ്പാൾ കാവുമ്പുറം, വളാഞ്ചേരി കാവുമ്പുറം. അയാൾ മെസ്സേജ് അയച്ചാട്ടോ. അയാൾ വോയിസ് ആയിട്ട് അയാൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാണ്. അപ്പോൾ ഞാൻ ആ ലൈവ് പോയ സമയത്തേ ഞാൻ ഒരാളിനോട് ചോദിച്ചപ്പോൾ സമ്മാനം നന്നാക്കി കൊടുത്തിട്ടെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അപ്പോൾ കൊടുക്കുന്നത് യൂട്യൂബിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല പറഞ്ഞപ്പോൾ ആ ആൾ അത് കണ്ട് വേറൊരാൾ ആ ചാറ്റ് കണ്ട് വേറൊരാൾ എന്നോട് പറഞ്ഞ് ഒരു കളിക്കുള്ള പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങും, നിങ്ങൾ തന്നാൽ ഞാൻ വാങ്ങും കിട്ടുമെന്ന് ഞാൻ ലൈവിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്ത്. അപ്പോൾ എന്നോട് നിങ്ങളെ വാട്സപ്പ് നമ്പർ നിങ്ങളെ ഗൂഗിൾ പേൻ്റെ നമ്പർ തരുമായിരുന്നു. അതിൻ്റെ ശേഷം വേറെ ആളിനോട് നമ്പർ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പർ എടുത്താണ്ട് ഞാൻ ലൈവ് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇയാളെ മെസ്സേജ് എൻ്റെ വാട്സപ്പിൽ ഞാൻ ഇന്ന ആളാണ്. അപ്പോൾ മുമ്പ് പേര് പറയാൻ മുമ്പ് താല്പര്യമില്ല. അപ്പോൾ എന്നോട് പേര് നിങ്ങൾ പറയണ്ട. അപ്പോൾ മുമ്പ് വളാഞ്ചേരി ഉള്ള കേട്ടോ, വളാഞ്ചേരി എന്താ കാവുമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരാളാണ്, ഒരു കോൺട്രാക്ടറാണ്. പേര് മുമ്പ് പറയണ്ടെന്നാണ് പറഞ്ഞത്. മൂപ്പര് എനിക്ക് പിറ്റേന്ന് അത് കഴിഞ്ഞ് പിറ്റേന്ന് അന്ന് എന്നോട് മെസ്സേജ് അയച്ച് നിങ്ങൾ ഗെയിം ഞാൻ കാണലുണ്ട്, അപ്പോൾ നിങ്ങൾ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നിന്ന് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഒരു സങ്കടമായി പോയി പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഞാൻ ഒരു ഗെയിമിനുള്ള പൈസ ഞാൻ അയച്ചുതരാമെന്ന് പറഞ്ഞിട്ട് മൂപ്പര് പിറ്റേന്ന് എനിക്കൊരു പൈസ അയച്ചു തന്നു. പൈസ ഞാൻ പറഞ്ഞില്ല എത്രയാണെന്നുള്ളത്, നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഖ്യ എനിക്കൊരു ഗെയിമിനുള്ള ഒരു പൈസ എനിക്ക് മൂപ്പര് അയച്ചു തന്നു. ആളെ പേരൊന്നും മൂപ്പര് പറയരുതെന്ന് പറഞ്ഞ് പിന്നെ വ്യക്തിപരമായിട്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ സത്യത്തിൽ നമ്മൾ ആ ഒരു വോയിസ് മെസ്സേജും കാര്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെന്ന് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ മനസ്സിനൊരു സന്തോഷം വന്ന് ഒരുപാട് സങ്കടം വന്നിട്ടോ. അപ്പോൾ പിന്നെ പേരും കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ ഞാനത് പറയാനും വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നല്ല വെയിലത്ത് വെച്ചിട്ടാണ് ഈ ചലഞ്ച് നടത്തുന്നത്. അപ്പോൾ ഇനി കഴിഞ്ഞ വീഡിയോക്ക് ഇനി അതിൻ്റെ ക്രിക്കറ്റ് ചലഞ്ച് കഴിഞ്ഞ അതിൻ്റെ ഒരു വീഡിയോ ബാക്കിലുണ്ട്. ആ വീഡിയോക്കുള്ള ചലഞ്ചിൻ്റെ നറുക്കെടുപ്പ് ഇനിയിപ്പോൾ എന്തായാലും ഇന്നലെയും നാളെ അത് ചെയ്യും. അപ്പോൾ ഫസ്റ്റിൽ നറുക്കിട്ട ആളെ അതായത് തേർഡ് പ്രൈസിൻ്റെ വ്യക്തിനെതിരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ ആരെയും അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞോളി, നമുക്ക് അവർക്കുള്ള ക്യാഷ് പ്രൈസ് നമുക്ക് അയച്ചു കൊടുക്കാം. പിന്നെ അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ മോക്കുകൾ ഒരു മോക്ക് മാത്രം പ്രത്യേകം ലൈക്ക് കൊടുക്കരുത്. രണ്ടും വീഡിയോ വീട്ടുകാരും ഓലൊക്കെ കമൻറ്റ് കാണണമല്ലേ, എല്ലാവരും നമ്മളെ ഫാമിലിയൊക്കെ കമൻറ്റ് കാണണമല്ലേ, ഓൽക്കൊരു സങ്കടമാവും. അപ്പം മറ്റോളെ കുറിച്ചിട്ട് ഇങ്ങനെ കണ്ടമാനം ആശംസകൾ വരുമ്പോഴേ മറ്റോക്കൊരു സങ്കടമാവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനിയും സമ്മാനം ഉഷാറാക്കി തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ യൂട്യൂബ് വീഡിയോ പ്രൊമോട്ട് ചെയ്യുള്ളൂ. പിന്നെ വീഡിയോ കമൻറ്റ് ചെയ്ത ആളുകൾ ചുരുങ്ങിയതൊരു 3 മിനിറ്റെങ്കിലും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ല ആ വീഡിയോ അത്രയും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പോകുമ്പോൾ എന്താ അറിയോ, പിന്നെ ഒരാളെ മുന്നിൽ നോട്ടിഫിക്കേഷനായിട്ട് വന്നൊരു വീഡിയോ പെട്ടെന്ന് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ വീഡിയോക്ക് ഭയങ്കര റീമാർക്കാണ്. നമ്മൾ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ ഓളാക്കി വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ അത് മറക്കണ്ട. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിച്ച് ഓക്കെ എല്ലാവരോടും ഓക്കെ ടാറ്റ ബൈ ശരി.